ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വചനം. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യൻ്റെ ചിന്തയിൽ സ്വർഗം എന്ന സ്ഥലം മഹത്വത്തിൻ്റെയും മഹിമയുടെയും ഒരിടമാണ്. അവിടെ എപ്പോഴും ദൈവദൂതന്മാരുടെ സ്തുതിയും സ്തുതിഗാനങ്ങളും ദൈവ തേജസ്സും ആനന്ദവും നിറഞ്ഞിരിക്കുന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ആ സ്വർഗത്തിൽ ദൈവം വസിക്കുന്ന ദൈവദൂതന്മാർ ഉള്ള ആ സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണമാകുന്നത് എന്താണെന്ന് യേശുക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അത് ഭൂമിയിൽ മരിച്ച ഒരാളെ വിശ്വാസത്താൽ ഉയർപ്പിക്കുമ്പോഴല്ല, ആരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോഴല്ല, പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുമ്പോഴല്ല, മറിച്ച് ഒരു പാപി മാനസാന്തരപ്പെട്ട് പിതാവായ ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോഴാണ് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യരുടെ രക്ഷയാണ്, അവരുടെ നാശമല്ല. പാപത്തിൽ വീണുപോയ മനുഷ്യനെ തള്ളിക്കളയുക എന്നതേ അല്ല ദൈവത്തിൻ്റെ ഉദ്ദേശ്യം. അവനെ വീണ്ടെടുത്ത് തൻ്റെ സ്നേഹത്തിൻ്റെ ആ നിറവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബൈബിൾ ചരിത്രം നാം പഠിച്ചാൽ ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത ആദവനെയും ഹൗവയെയും അന്വേഷിച്ച് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത്. ആ ശബ്ദം ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് പാപം ചെയ്തവനെ ശിക്ഷിക്കുവാനുള്ള വിളിയല്ല, നഷ്ടപ്പെട്ടവനെ കണ്ടെത്തുവാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിളിയാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പാപി, മാനസാന്തരമെന്ന് പറയുന്നത് കേവലം ഒരു വൈകാരിക അനുഭവമല്ല, കൈകൊട്ടുന്നതല്ല, പാട്ടുപാടുന്നതല്ല, ബൈബിൾ വായിക്കുന്നതുമല്ല. അത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഹൃദയം വീണ്ടും ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ്. പാപത്തിൻ്റെ വഴികളിലൂടെ അലഞ്ഞ് നടന്ന മനുഷ്യൻ കൃപയുടെ കരങ്ങളിലേക്ക് അവനെ തന്നെ സമർപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്വർഗം ഒരു പാപിയുടെ മാനസാന്തരത്തെ ആഘോഷിക്കുന്നത്. മനുഷ്യനുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോഴോ വരുമാന മാർഗങ്ങൾ കൂടുമ്പോഴോ, മക്കളെവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഭൗതികമായ സമൃദ്ധി കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെടുമ്പോഴോ അല്ല സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൂതന്മാരുടെ നടുവിൽ ആഘോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ട ഒരാടിനെ അന്വേഷിക്കുന്ന ഇടയൻ ആടിനെ കണ്ടെത്തുമ്പോൾ സന്തോഷിക്കുന്നു. നഷ്ടപ്പെട്ട ഒരു നാണയം അന്വേഷിക്കുന്ന സ്ത്രീ അത് കണ്ടെത്തുമ്പോൾ സന്തോഷിക്കുന്നു. വീട് വിട്ടിറങ്ങിപ്പോയ മകൻ തിരികെ വരുമ്പോൾ ഓടിച്ചെന്ന് അവനെ ചുംബിച്ച് സ്വീകരിക്കുന്ന ആ അപ്പൻ്റെ സന്തോഷം, ഇതെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നാണ് നാം കാണുന്നത്. ഈ വചനം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രൈസ്തവരായിട്ടുള്ള സഭയുടെ ഉത്തരവാദിത്വം ആണ് ഓർമ്മിപ്പിക്കുന്നത്. സ്വർഗം ഭൂമിയിൽ, സ്വർഗം സന്തോഷിക്കുന്ന കാര്യങ്ങളിലായിരിക്കണം സഭയുടെ സന്തോഷം. സഭയ്ക്ക് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നതിലാണ് ആളുകൾ സന്തോഷിക്കുന്നത്. സഭയുടെ ബാലൻസ് വർദ്ധിക്കുന്നതിലാണ് ആളുകളുടെ സന്തോഷം. സഭയ്ക്ക് രാഷ്ട്രീയക്കാരുമായും മറ്റുള്ളവരുമായും ബന്ധമുണ്ടെന്ന് വീമ്പ് പറയുന്നതിലാണ് ചിലരുടെ സന്തോഷം. കെട്ടിടങ്ങൾ പണിത് കൂട്ടുന്നതിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ല സഭയുടെ സന്തോഷം. സ്വർഗം സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ദൈവം സന്തോഷിക്കുന്നു. ആ സന്തോഷമാണ് സഭയ്ക്കുണ്ടാകേണ്ടത്. പാപികളായ മനുഷ്യർ, വീണുപോയ മനുഷ്യൻ തിരികെ ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുന്ന അനുഭവം സഭയ്ക്കുണ്ടാകണം. ആരെങ്കിലും മാനസാന്തരപ്പെട്ടിന് സഭയിലേക്ക് വന്നാൽ
അവനെ സ്വീകരിപ്പാനുള്ള മനസ്സ് പോലും സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ എന്ന് ചില അനുഭവങ്ങളിൽ നിന്ന് ചോദിച്ചു പോകുന്നു. ദൈവഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ രക്ഷയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു കാൽവറിയിൽ മരിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം ഭൂമിയിൽ തന്നത്. ഒരു പാപിയുടെ മാനസാന്തരത്തിനായി ദൈവം കാത്തിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.